മാഡം, നിന്നെ ഞാൻ ഹോളിൽ എത്തിയിട്ടല്ലേ പാലെടുക്കാൻ പോയത്? എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഉറുമ്പിനെയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ആദ്യം പാല് കുടി, പിന്നെ കുടിക്കാം. അത് പറ്റൊന്നുമില്ല. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എത്ര നേരം പാലെങ്കിലും കുടിക്കുന്ന. ഉറുമ്പൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഉറുമ്പ് അവറ്റകളുടെ വീട്ടിലോട്ട്. നീ പാല് കുടി. എല്ലാവർക്കും ഒരു വീടാണ്. ആ, എല്ലാ ഉറുമ്പുകൾക്കും ഒരു വീട്. അമ്മ അപ്പൊ ഈ ഉറുമ്പ് ജോലിക്ക് പോവില്ലേ? ഉറുമ്പ് ജോലിക്ക് പോവാനാ? ഉറുമ്പുകള് ജോലിക്ക് പോവില്ല, പക്ഷെ അവര് ഭക്ഷണം ശേഖരിക്കാൻ പോകും. എന്നിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. നീ പാല് കുടിച്ചതല്ലോ. അതെന്തിനാ? ഉറുമ്പുകള് ഭക്ഷണം ശേഖരിക്കുന്നത് എന്തിനാ? അവരുടെ മക്കൾക്കൊക്കെ കഴിക്കാൻ. അതുപോലെ മക്കളീ പാല് കുടി. അമ്മ ഈ പാല് എവിടുന്നാ കിട്ടുന്നേ? പാല് നമുക്ക് പശുവാ തരുന്നേ. അതെന്താ അമ്മ പൂച്ച പാല് തരാത്തെ? പൂച്ച പാല് തരുമല്ലോ, പക്ഷെ നമുക്ക് തരില്ല. പൂച്ചയുടെ മക്കൾക്ക് കൊടുക്കും. ഈ പാല് കുടി. അപ്പൊ പശുവിന്റെ മക്കൾക്ക് പാല് വേണ്ടേ? പശുവിന്റെ മക്കള് കുടിച്ച പാലിന്റെ ബാക്കിയാണ് നമ്മൾ കറന്നെടുക്കുന്നത്. അമ്മ ഇപ്പൊ കാക്കയോ? കാക്ക കാക്ക നമുക്ക് പാല് തരൂല, പക്ഷെ കാക്ക മുട്ടയിടും. പക്ഷികള് വേറെ, മൃഗങ്ങള് വേറെ. ആന പാല് തരുവോ? ആന വലുതല്ലേ, അപ്പൊ കൊറേ പാല് കൊടുക്കില്ലേ? ആ, അതിനുത്തരം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തരാം. അത് ഇച്ചിരി പാല് കുടി. കുടി 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 കുടിക്ക്, കുറച്ചുകൂടെ കുടിക്കും. അടവെടുക്കണം. ആ, പിന്നെ ആനയുടെ കാര്യം. ആന പാല് തരും, പക്ഷെ നമുക്കല്ല, ആനക്കുട്ടിക്ക് കൊടുക്കും. അമ്മ ആനയുടെ പാല് നമുക്ക് കുടിക്കാൻ പറ്റും? സമയത്തിന് പാല് കുടിക്കൂല, ആഹാരം കഴിക്കൂല. എന്നിട്ട് ഈ തലമണ്ടല് എവിടെന്നാണ് ഇത്രയും ചോദ്യം? ആന കാട്ടിലല്ലേ? നമുക്ക് കാട്ടിൽ പോയി കറക്കാൻ പറ്റുമോ? ആനയുടെ പാലില്ലല്ലോ. പറ്റും. എങ്ങനെ പറ്റും? പറ്റും. ആര് പോവും കാട്ടിൽ കറക്കാൻ? ഉത്സവത്തിന് വരത്തില്ല ആന. ഉത്സവത്തിന് വരുന്ന ആന കൊമ്പനാന, എന്നെ കറക്കാൻ പറ്റത്തില്ല. നീ പാല് കുടിച്ചേ. ഇനി എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇനി എന്താ? എരുമ പാല് തരുവോ? ആ, എരുമ പാല്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ട്. എന്താ? മുട്ടകം പാല് തരുവോ? അത് നിന്റെ അച്ഛനോട് പോയി ചോദിക്കും. അപ്പൊ കുറുക്കൻ പാല് തരുവോ? എന്താ വന്നേ? എന്താ ചേച്ചി? എന്തുവാ? നീ പാല് മൊത്തം കുടിച്ചു കഴിഞ്ഞാ? അങ്ങനെയാണെങ്കിലേ കുറച്ചു നേരം ഈ കല്ലിനൊപ്പം കളിക്കും. ഈ പാല് മൊത്തം കുടിച്ചോളാം, എനിക്ക് ഇടി കൊള്ളും. നോക്കോ അമ്മേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പാറു കുഞ്ഞമ്മയോട് ചോദിച്ചാൽ. പാറുവിനോട് ചോദിച്ചോ. എന്തോ ഡൗട്ടാ? കുഞ്ഞമ്മേ, എരുമ പാല് തരുവോ? എരുമ പാല് തരും. പശു പാല് തരുവോ? പശും പാല് തരും. ഒട്ടകോ? ഒട്ടകം പാല് തരും തോന്നുന്നു. പോത്തോ? പോത്ത്. നീ എന്തിനാ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുന്നേ? ആന പാല് തരുവോ? ആന പാല് തരുമോന്ന് വെച്ചാ ആന കറക്കാൻ പറ്റത്തില്ല. അപ്പത്തേക്ക് ആന തുമ്പിക്കൈ വെച്ച് അടിക്കത്തില്ലേ? പശുവിന് തുമ്പിക്കൈയില്ല, അതുകൊണ്ട് കറക്കാൻ പറ്റും. ആന മുട്ടയിടുവോ? ആന മുട്ടയിടത്തില്ല. ആന മുട്ടയിട്ട വലിയ മുട്ടയാവത്തില്ലേ? ആന മുട്ടയിടത്തില്ല, പ്രസവിക്കാൻ ചെയ്യത്തുള്ളൂ. ഇനി എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കരുത്. നമുക്ക് പോയി കളിക്കാം. ആദ്യം പാല് കുടിക്കും. എന്നാ മൊത്തം കുടിക്കും. ചേച്ചി, ചേച്ചി മാങ്ങേ, മാങ്ങ കഴിക്കുന്നതൊക്കെ കൊള്ളാം. കഴിക്കട്ടെ കഴിക്കണേ. കഴിക്കാനല്ല, പിന്നെന്തിനാ? മാങ്ങ വെച്ചെന്തോ സംശയം ചോദിക്കാൻ. എന്ത് സംശയം? അമ്മ ഈ മാങ്ങ എന്തോ മാവിന്റെ മോളെ ഉണ്ടാവുന്ന വേഗം പറഞ്ഞല്ലോ. കൊച്ചു, നിനക്ക് എവിടെന്നാണ് ഇതിന് മാത്രം സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്നേ? എനിക്കും ഉണ്ട് ഈ സംശയം. അത് സ്കൂളിൽ പറഞ്ഞു തരുമല്ലോ, അപ്പൊ പഠിച്ചാ മതി. സ്കൂൾ തുറക്കാൻ കൊറേ സമയം ആകത്തില്ലേ ചേച്ചി? ചേച്ചി ഒന്ന് പറഞ്ഞാ. അതിപ്പം ഒരു മിനിറ്റ്. അത് മക്കളെ, അത് ഈ പ്രകൃതിയുടെ രീതി അങ്ങനെയാണ്. ഈ മാവ് ഇങ്ങനെ വളർന്ന് വളർന്ന് മേളിലേക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ടാണ് മാങ്ങ മേളിൽ കഴിക്കുന്നത്.
തലയില് മാങ്ങ കാണുവോ? ഇപ്പൊ നിന്റെ തലയില് 2 തെങ്ങില്ലേ? തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അറിയാൻ വേണ്ടിയാണ് ചേച്ചി ചോദിക്കുന്നേ. സ്കൂളിൽ പഠിപ്പിക്കണതോ നേരെ ചൊവ്വേ പഠിക്കണില്ല. അപ്പോഴാണ് പുതിയ അറിവ്. പക്ഷേ ഇനി ഇമ്മാതിരി ചോദ്യങ്ങളൊന്നും ചോദിച്ചോണ്ട് വരരുത് കേട്ടാ. എന്തോന്ന് ലച്ചു പിള്ളേർക്ക് ഇങ്ങനെ സംസാരിക്കണം? എന്റെ അമ്മായി വിചാരിക്കുന്ന പോലെയല്ല. ഒരു ലോഡ് ചോദ്യം കൊണ്ടാ വരുന്നത്. അതും ചോദ്യങ്ങളൊക്കെ കേക്കണം. പൂച്ച എന്താ പാല് തരാത്തെ? കാക്ക എന്താ പാല് തരാത്തെ? പിന്നെന്താ നീ ചോദിച്ചേ? ഉറുമ്പുകളുടെ വീട് എവിടെയാ? നിങ്ങളൊക്കെ എന്താ ചെയ്യണം? ഉറുമ്പുകൾ പണിക്ക് പോവില്ലേ? അതൊക്കെ നല്ല കാര്യമല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങ് തീർത്തു കൊടുക്കണം. പിള്ളേരല്ലേ, പിള്ളേരാകുമ്പോ സംശയമൊക്കെ ചോദിക്കും. എന്നാ പിന്നെ തീർത്തു കൊടുക്ക്. ഞാൻ തീർത്തു കൊടുക്കും. തീർത്തു കൊടുക്കും. അമ്മായി പിന്നെ എൻസൈക്ലോപീഡിയ ആണല്ലോ. അത് നേരെ ചൊവ്വേ പറയാൻ പോലും കിട്ടണില്ല. എന്നിട്ടാണ് സംശയം. മക്കളെ, എൻസൈക്ലോപീഡിയ എന്ന് വെച്ചാ സർവ്വവിജ്ഞാനകോശം. അതായത് ഈ ലോകത്തുള്ള എല്ലാ അറിവുകളും ശേഖരിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ ഇത് അമ്മയുടെ അടുത്ത് വെച്ചു. എന്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്നാ ഇന്ന് 2 പേരും ഞാൻ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കും. ഞാൻ നോക്കിക്കോളാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇനി എന്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഒട്ടകം പാല് തരുമല്ലോ. കണ്ടല്ലോ, സിമ്പിൾ ആണ്. പിള്ളേരെ ഡീൽ ചെയ്യാൻ ചെറിയ മന്ത്രമുണ്ട്. അതൊന്നും നിനക്ക് അറിഞ്ഞൂടാ. എനിക്കത് അറിയണമെന്നില്ല. ഇപ്പൊ കാണിച്ചു തരാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്റെ അടുത്ത് ചോദിക്കണം കേട്ടാ. കേട്ടാ പാറോ? എന്താവോ എന്തോ. അത് ശരി, നമുക്കൊന്നും തരാതെ 2 പേരും കൂടെ ഒന്ന് മാങ്ങ കഴിക്കാം അല്ലേ? അല്ല, നീ ഇപ്പം കഴിച്ചതല്ലയോ? അത് നേരത്തെ അല്ലേ? കല്ലു മാറുവെങ്ക. എന്റെ പൊന്നെ ആന്റി, കല്ലൂസിന്റെ കാര്യമൊന്നും പറയണ്ട. എന്തൊരു സംശയം ചോദിക്കലാണോ? എന്ത് സംശയം? അവക്കറിയേണ്ട കാര്യങ്ങള്. ആന എന്താ പാല് തരാത്തെ? എന്താ തരാത്തെ? എനിക്കങ്ങനെ അറിയാനാ? എന്റെ അമ്മൂമ്മേ, സംശയങ്ങൾ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. ഉത്തരം കൊടുത്ത് എന്റെ ഉത്തരം മുട്ടി. എന്നിട്ട് അവിടെ സംശയത്തിന് യാതൊരു കുറവുമില്ല. ഇങ്ങനെ ചോദിച്ചോണ്ട് നടക്കുക. லிச்சு, இந்த ஏஜ்ல நிறைய கேள்வி அவங்க கேட்பாங்க. കനകം, നിനക്കൊരു കാര്യം കേൾക്കണോ? എവളുടെ ചെറുപ്പത്തില് എവളൊരു ദിവസം എന്നോട് വന്ന് ചോദിച്ചു, അമ്മൂമ്മേ ഈ മാവ് എങ്ങനെയാ ഉണ്ടാവുന്നേ? ഞാൻ പറഞ്ഞു മാങ്ങാണ്ടി കുഴിച്ചിട്ടാ മതിയെന്ന്. എവിടെ പോയോ ഒരു മാങ്ങാണ്ടി എടുത്തോണ്ട് വന്നു. എന്നിട്ട് അത് കുഴിച്ചിട്ടു. പിറ്റേ ദിവസം രാവിലെ എന്നോടൊന്ന് പറയുമെന്നേ, അമ്മൂമ്മേ മാവായില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞേ, മക്കളെ അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് വേരൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ട് കുറേ കഴിഞ്ഞിട്ടേ അത് മാവാവത്തുള്ളെന്ന്. എല്ലാ ദിവസവും ചെന്നത് മാന്തി നോക്കും. എന്നിട്ട് എടുത്ത് നോക്കും വേരായോ എന്ന്. അങ്ങനെ ചെയ്തവിടെ മോളല്ലയോ? ഇതും ചോദിക്കും, ഇതിനപ്പുറം ചോദിക്കും. കല്ലൂസിനെ ഇനിയും സംശയമുണ്ട്. ഉറുമ്പുകൾ എന്താ പണിക്ക് പോവാത്തെ? പൂച്ച എന്താ പാല് തരാത്തെ? എന്നിട്ട് എന്ത് ചെയ്യാൻ? അയ്യോ, അതിനെ ഞാൻ അമ്മായിയുടെ കൂടെ പറഞ്ഞു വിട്ട്. അമ്മായി പറഞ്ഞു കല്ലൂസിന്റെ എല്ലാ സംശയത്തിനും ഞാൻ ഉത്തരം തരാന്ന്. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു പോയിട്ടുണ്ട്. എന്താവോ എന്തോ. ഭൂമി കൂടെ നടക്കാൻ പറ്റുമോ? ഭൂമി കൂടെ നടക്കാലോ. നീ ഇറങ്ങി നടാ. കുറച്ചേരം ഇറങ്ങി നടക്കരുതേ. അതല്ല, ആകാശത്തൂടെ നടക്കാൻ പറ്റുമോ? നമുക്ക് ആകാശത്തൂടെ നടക്കാൻ പറ്റൂല. കാരണം ആകാശത്തോടെ നടക്കാൻ ശ്രമിച്ചാലും ഭൂമിക്കൊരു ഗ്രാവിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ താഴെ തന്നെ വരും. പക്ഷെ പാരച്യൂട്ട് വെച്ച് നമുക്ക് പറക്കാൻ പറ്റും. അപ്പൊ പക്ഷികൾ എങ്ങനെ പറക്കുന്നേ? പക്ഷികളുടെ ശരീരഘടന വേറെയല്ലേ. നമ്മളെ പോലെ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതിന് പറക്കാൻ പറ്റും. അതൊക്കെ ഒരു സയൻസ് ആണ് മക്കളെ. അമ്മായി പറഞ്ഞ എനിക്ക് മനസ്സിലാവും. അമ്മായി, മീനുകൾക്ക് പറക്കാൻ പറ്റുമോ? മീനുകൾക്ക് ചിറകില്ലല്ലോ പറക്കാൻ. അപ്പൊ പൊരിച്ച് വെട്ടുമ്പോ കളയുന്നതോ? പൊരിക്കുമ്പോ വെട്ടിക്കളയണതാ. മീനുകൾക്കുള്ള ചിറക് നീന്താനാണ് ഉപയോഗിക്കണം, അല്ലാതെ പറക്കാനല്ല. മനസ്സിലായ? പാറു മനസ്സിലായ? പാറു അമ്മായി, ഈ കാക്കയുടെ വീട് എവിടെയാ? കാക്കയ്ക്ക് വീടല്ല മക്കളെ, കൂടാണുള്ളത്. അതെന്താ വീടെന്ന് പറയാത്തെ? ദൈവമേ, മൂർക്കം പാമ്പിനാണല്ലോ ചവിട്ടിയത്.
കൂടെന്ന് പറയാത്തതേ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അതെ, ഈ മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്നതിനാണ് വീടെന്ന് പറയണം. താൽക്കാലികമായിട്ട് പക്ഷികളൊക്കെ കൂട്ടുന്നതാണ് കൂടെന്ന് പറയണം. മനസ്സിലായ? കാക്ക വലിയ വലിയ മരത്തിന്റെ കൊമ്പില് കൂടുണ്ടാക്കും, എന്നിട്ട് മുട്ടയിടും. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറക്കാൻ പാകാവുമ്പം കൂടുപേക്ഷിക്കും. അതെന്തുവാ കാക്ക കൂടെ എവിടെ ഉണ്ടാക്കും? അതെല്ലാം പറഞ്ഞ വലിയ വലിയ മരത്തിന്റെ മുകളിൽ ഉണ്ടാക്കും. അപ്പൊ കാക്കയ്ക്ക് കൂടില്ലാത്തപ്പോ എവിടെ പോയി താമസിക്കും? രാവിലേക്ക് അവര് ഭക്ഷണം അന്വേഷിച്ച് നടക്കും. രാത്രിയാവുമ്പം എല്ലാരും കൂടെ ചേർന്ന് വലിയ വലിയ മരത്തിന്റെ കൊമ്പിൽ പോയി ഉറങ്ങും. ഒരു മിനിറ്റ്. അതെന്താന്നറിയോ? ഈ അവരുടെ കാലില് ഒരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. അപ്പൊ താഴെ വീഴൂല. ഇതൊക്കെ ഒരു സയൻസ് ആണെന്നേ. അതിപ്പോ ഫോണിൽ നോക്കിയല്ലേ പറഞ്ഞു? അറിയാത്ത കാര്യങ്ങൾ അങ്ങനെ ഫോണിൽ നോക്കിയൊക്കെ പറയും. നിനക്കറിയാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു തരൂലേ? അതുപോലെ അമ്മായി, ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മറന്നു. നീ ചോദിക്ക, അമ്മായല്ലേ ഇരിക്കണം, പറഞ്ഞു തരും. അമ്മായി, ഈ കുയിൽ എന്തിനാ കാക്കയുടെ കൂടില് മുട്ട ഇടുന്നേ? അത് കുയിലിന് കൂടുണ്ടാക്കാൻ മടിയായോണ്ട്. എന്താ അങ്ങനെ? നിനക്കെന്താ പഠിക്കാൻ മടി? അതുപോലെ. എന്റെ പൊന്നു മക്കളെ, അത് ഞാൻ പിന്നെ പറഞ്ഞാ മതിയാ? ഇപ്പൊ പറയണം. അമ്മായില്ലേ പറഞ്ഞ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാമോ? ഞാൻ പിന്നെ നിനക്ക് ഈ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്ന് വരണ? ചോദ്യം നമുക്കിപ്പൊ പോയാലോ? നമുക്ക് പിന്നെ ഞാൻ പറയാം, പിന്നെ പറയാം. ചൂടെടുക്കണല്ലേ? വെള്ളം കുടിക്കണ്ടേ? പിന്നെ പറയാമേ. ഏത് നേരത്താണോ എന്തോ എനിക്ക് സംശയം തീർത്തു കൊടുക്കാന്ന് പറഞ്ഞു കൊണ്ടുപോകണ്ടോണ്ട്. എന്തോടെ വിളിച്ചിരിക്കണേ? ആര്? ആ പിള്ളേരെ പേടിച്ച് വിളിച്ചിരിക്കുവാണല്ലേ? എന്റെ പൊന്നു ലച്ചു, ഒന്ന് സഹായിക്കണം. നിന്റെ കൊച്ചിന്റെ തലയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മായി എന്താ പറഞ്ഞേ? എനിക്ക് പിള്ളേരെ നോക്കാൻ അറിയാൻ പാടില്ലതാ. പിള്ളേരെ ഇങ്ങോട്ട് നോക്ക്. പിള്ളേരെ മെരുക്കാനെന്താ എന്തൊരു മന്ത്രം ഉണ്ടെന്നാ? എന്ത് പറ്റി ആ മന്ത്രം അങ്ങ് മറന്നുപോയാ? എന്റെ പൊന്നു ലച്ചു, അവള് ചോദിച്ച മിക്ക ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ കൊടുത്ത് എന്റെ എനർജി പോയി. എന്നിട്ട് അവള് എനർജി പീക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കണ്. അറിയത്തില്ലെന്ന് പറഞ്ഞാ പോരെ? അതെങ്ങനെ പറ്റും? എല്ലാം അറിയാവുന്ന എൻസൈക്ലോപീഡിയ ആണല്ലോ അമ്മായി. ലച്ചുവേ, ഞാൻ നല്ലൊരു ഐഡിയ പറയാം. നീ അവളെ കൊണ്ടുപോയി ഉറക്ക്. അത് പറ്റൂല. അവൾക്ക് തോന്നുമ്പോഴേ അവൾ കിടന്ന് ഉറങ്ങുള്ളൂ. പിന്നെ ഉറങ്ങണമെങ്കിൽ അവളുടെ എനർജി മൊത്തം തീരണം. അത് മിക്കാറും ഇങ്ങനെ ചോദ്യം ചോദിച്ചേ തീരത്തുള്ളൂ. വരണ ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ പോട്ട്. അമ്മായി ഇവിടെ ഇല്ല. അമ്മായിയോടെ പോയി. അമ്മായി ഞാൻ കണ്ടില്ല. അതിന് എനിക്ക് ഉത്തരം അറിയില്ലല്ലോ. എന്നാ പിന്നെ അമ്മൂമ്മ പറ. അയ്യോ, ഞാൻ അതിന് മാത്രം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. നിക്കുന്നു, ചോദ്യം പറഞ്ഞു തരും. അതിന് എനിക്ക് ഉത്തരം അറിയാൻ പാടില്ല കൊച്ചേ. അതിന് ചോദ്യം ചോദിച്ചില്ലല്ലോ. എന്നാ പിന്നെ ചോദ്യം ചോദിക്കേ. കല്ലു ചോദിച്ചു. പശുവാണോ ആദ്യം ഉണ്ടായ അത് പശുക്കുട്ടിയാണോ ആദ്യം ഉണ്ടായ? സ്കൂള് തുടങ്ങുമ്പോഴേ ഞാനേ നിന്നെ സ്കൂളിൽ ചേർക്കാം. പകുതി ചോദ്യങ്ങൾക്ക് ഉത്തരം അവിടെ നിന്ന് കിട്ടും, ബാക്കി പകുതി നീ വലുതാവുമ്പോ. എനിക്ക് ഒന്നും അറിയില്ല. പോയി നമുക്ക് അമ്മയെ ചോദിക്കാം. അമ്മ ഇതേ അപ്പുറത്തോട് ഓടിപ്പോയി ചോദിച്ചില്ലേ? ഓക്കെ. ഉത്തരം കൊടുത്ത് ഉത്തരം കിട്ടും. ആന്റി, അമ്മായിയെ കണ്ടായിരുന്നോ? இல்லையே, நான் பார்க்கவே இல்லையே.
അമ്മായിനെ ഒന്ന് വിളിച്ചു തരുവോ? போன்லயா? எதுக்கு கல்லு? போய் பாரு, ரூம்லயே இருப்பா. റൂമിലെല്ലാം ബാത്ത്. எங்க இல்லையா? அங்கெல்லாம் போய் தேடி பாருங்க, இருப்பா. போ. അമ്മായിയേ, അമ്മായി, അമ്മായി, അമ്മായിയേ, 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 അമ്മായിനെ കണ്ട് കളി കഴിഞ്ഞായിരുന്നിരുന്നു. കളി കഴിഞ്ഞേ. അമ്മായി അതൊക്കെ ചോദ്യം ചോദിക്കാം. കഴിഞ്ഞില്ലേ ഇത്? മക്കളെ, നമുക്ക് ഇന്നത്തെ കളി ഇത്രയും മതി. ഇനി നാളെ നമുക്ക് കളിക്കാം. പറ്റൂല. അമ്മായി ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇനി ചോദിക്കാൻ പറ്റൂല. എന്നാ ചോദിക്ക്. അമ്മായി ഒരു ക്വസ്റ്റ്യൻ പറയൂ. ചോദിക്ക്. അതിന് പശുവാണ് ആദ്യം ഉണ്ടായത്, പശുക്കുട്ടിയാണ് ആദ്യം ഉണ്ടായത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഉത്തരം നാളെ പറഞ്ഞുതരാം. പറ്റത്തില്ല. പറ്റും 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 പറ്റും. கல்லு பாரு, முட்டை சாப்பிடல, சாப்பிடுங்க. വേണ്ട. അയ്യോ, മുട്ട കഴിക്കണം. മുട്ട കഴിച്ചാലേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂ. മുട്ട കഴിച്ചാലേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂ. நல்லா சாப்பிடுங்க. അമ്മായി കോഴി എങ്ങനെയാ ഉണ്ടാവുന്നത്? കോഴി മുട്ട വിരിഞ്ഞുണ്ടാവും. അപ്പൊ ഞാൻ മുട്ട കഴിച്ചല്ലോ, അപ്പൊ കോഴി ഉണ്ടാവും? ഈ മുട്ടയിൽ നിന്ന് കോഴി ഉണ്ടാവൂല. നീ കോഴി മുട്ടയിട്ട് അടയിരുന്നാലേ കോഴി ഉണ്ടാവുള്ളൂ. നടിയിരിക്കാൻ പറഞ്ഞാല്? അടയിരിക്കാന്ന് വെച്ചാ കോഴി മുട്ടയുടെ പുറത്ത് കയറിയിരിക്കും. മുട്ട പൊട്ടൂലേ? അങ്ങനെയൊന്നും മുട്ട പൊട്ടൂല മക്കളെ. കോഴി ഉണ്ടല്ലോ, മുട്ടേനെ കോഴിന്റെ ചിറകിന്റെ ഇടയിലാണ് വെക്കണേ. 21 ദിവസം കഴിയുമ്പം കോഴിയുടെ ചൂട് പറ്റി ഇതിന്റെ അകത്തുള്ള കുഞ്ഞുങ്ങള് വലുതാവും. എന്നിട്ട് മുട്ട ഇങ്ങനെ പൊട്ടിച്ച് 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 പുറത്ത് വരും. പിന്നെ ഇപ്പം കോഴിയൊന്നും വേണമെന്നില്ല. കുറേ മുട്ട വിരിക്കാൻ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്. അതിന്റെ ചൂട് പറ്റി ഇപ്പൊ മുട്ട വിരിക്കാൻ പറ്റും. ഞാൻ അടയിരുന്ന കോഴി ഉണ്ടാവും? പിന്നെ നീ അടയിരുന്ന നിന്നെ പോലത്തെ 4 കോഴിക്കുഞ്ഞുങ്ങളുണ്ടാവും. ആണോ? പിന്നെ ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഞാൻ പോയാണ്, എന്നെ വെറുതെ വിടണം കേട്ടാ. ഇല്ല. എനിക്ക് പോണം. മുട്ട കഴിക്കും മുട്ട കഴിക്കും മുട്ട കഴിക്കും. ഞാൻ പോണേ. நினைத்து நினைத்து பார்த்தால் நெருங்கி அருகில் வருவேன். எங்க போச்சு? அம்மா லெச்சு, அம்மா லெச்சு, அம்மா சீக்கிரம் வாங்க. லெச்சு എന്താ 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 போச்சு. എന്താ പോയി? அம்மா ஃப்ரிட்ஜுக்குள்ள இருந்த முட்டை ஒண்ணுமே காணோம் அம்மா. ഇതെടുത്ത് തലയ്ക്ക് ഞാൻ അടിക്കും കേട്ടോ. ഇതിനാണ് എങ്ങനെ കിടന്ന് കൂവിയത്? என்ன கௌரி இது? நைட்டு முட்டைக்கறி வைக்கணும்ல, ஃப்ரிட்ஜுக்குள்ள இருந்த முட்டை ஒண்ணுமே காணல லெச்சு. അതിന് സമാധാനത്തെ പറഞ്ഞാ പോരാ, എന്തിനാ ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? அது நம்ம ஃப்ரிட்ஜ் திறந்துட்டு ஒரு முட்டை கூட காணாம இருந்தப்போ எனக்கு ரொம்ப டென்ஷன் ஆயிடுச்சு. അല്ല, ഇവിടെ മുട്ട ആരെടുക്കാനാ? ചേച്ചി എന്തിനാ എന്നെ നോക്കുന്നേ? ഞാൻ പച്ചമുട്ട ഒന്നും എടുത്ത് തിന്നത്തില്ല. മുട്ട ഇതെവിടെ പോയി? കല്ലു എവിടെ? കല്ലുവോ? ആ കല്ലുവേ, കല്ലു.
എന്തെടുക്കുവാ? ഒച്ചുണ്ടാക്കല്ലേ? ഹലോ, അതെ, എന്ത് ചെയ്യുവാ? മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടാവും. ഇതൊക്കെ ആരാ പറഞ്ഞു തന്നെ? ഗൗരമ്മായി. എടേ, കോഴി അടയിരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവള് ചോദിച്ച് ഇവള് അടയിരുന്ന ഉണ്ടാവുമെന്ന്. അപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞ ഇവളെ പോലത്തെ 4 കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന്. അത് ഇവളിങ്ങനെ കയറി ഇരിക്കുന്നത് ഞാൻ വിചാരിച്ച. അമ്മ, ഞാൻ അടയിരുന്ന കുഞ്ഞുങ്ങളുണ്ടാവില്ലേ?